നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഇനിയും ബാക്കി. കേസ് അന്വേഷണം CBIക്ക് വിട്ടെങ്കിലും അന്വേഷണം വേണ്ട വിധത്തിൽ നടക്കുമോ എന്നത് ഇനിയും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഒരു കേസ് അന്വേഷണത്തിൽ ആദ്യം ലഭിക്കുന്ന തെളിവുകളാണ് എല്ലായിടത്തും പ്രധാനമെന്നിരിക്കെ കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നതിൽ സംശയമില്ല. സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയർ അടക്കമുള്ള പ്രധാന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചതായി പോലും വിവരമില്ല. തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് കേസ് CBIക്ക് കൈമാറുന്നതെന്ന് വേണം അനുമാനിക്കാൻ. സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കി എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ് നിലവിൽ CBI ആദ്യം ചോദ്യം ചെയ്തു തുടങ്ങുക. പക്ഷേ പെൺകുട്ടി നിലവിൽ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുക്കാനായി വിളിപ്പിച്ചെങ്കിലും പെൺകുട്ടി ഹാജരാകാതിരുന്നത് സംശയം ജനിപ്പിക്കുകയാണ്. ഇതുവരെ 97 പേർ കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയിരുന്നു. ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ മുഖേന ലഭിച്ച പരാതികളിൽ UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയത്. സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും വിധേയനായ വിവരം പുറത്തു പറയരുതെന്ന് ഡീൻ വിലക്കിയിട്ടുണ്ടായിരുന്നുവെന്ന് ഒരു വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ കോളേജ് അധികാരികളിൽ ചിലർ അരികിൽ തന്നെ ഉണ്ടായിരുന്നതായും ഒരു വിദ്യാർത്ഥി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി. ഫെബ്രുവരി 26, 27, 28, മാർച്ച് 1 തീയതികളിലാണ് UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്റ്റാഫ് എന്നിവരുടെ മൊഴിയെടുത്തത്. കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥ് പ്രതിപട്ടികയിലുള്ള റോഹൻ ബിനോയ് ഫോൺ ചെയ്തതിനെ തുടർന്നാണ് ക്യാമ്പസിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികളിൽ പലരും പറഞ്ഞത്. 16-ന് രാത്രി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിനടുത്തുള്ള കുത്തിന്മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും തിരിച്ച് മുറിയിലെത്തിയപ്പോഴും മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മൊഴി നൽകി. സിദ്ധാർത്ഥിന്റെ മുറിയിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മൊഴിയിലുണ്ട്. അന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ച മർദ്ദനത്തിന് വിധേയനായ സിദ്ധാർത്ഥ് 2 ദിവസത്തിന് ശേഷം തൊണ്ടവേദന ഉണ്ടായിരുന്നതായി പറയുകയും വിദ്യാർത്ഥികളിൽ ചിലർ പരിശോധിച്ച് മരുന്ന് കൊടുത്തതായും പറയുന്നു. 18-ന് ഉച്ചയ്ക്ക് ശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ കണ്ടില്ലെന്നും തട്ടി വിളിച്ചിട്ട് മറുപടി ഉണ്ടാവുകയും ചെയ്യാതിരുന്നതുകൊണ്ട് വാതിൽ ചവിട്ടി പൊളിച്ചു നോക്കിയപ്പോഴാണ് ബാത്റൂമിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടത്. ഇത്തരത്തിലുള്ള പീഡനം ഇതിനു മുൻപും ഹോസ്റ്റലിൽ നടന്നിട്ടുണ്ടെന്നും അന്ന് അതിന് നടപടി സ്വീകരിക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2019-ലും 2021-ലുമാണ് അത്തരത്തിലുള്ള 2 സംഭവങ്ങൾ നടന്നത്. ഒരു വിദ്യാർത്ഥി 2 ആഴ്ച ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വിദ്യാർത്ഥിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സിദ്ധാർത്ഥിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞതനുസരിച്ച് 20 വയസ്സുകാരനായ തന്റെ മകൻ ക്രൂരമായ പീഡനങ്ങൾക്കിടയായിട്ടുണ്ടെന്നും ആന്തരിക അവയവങ്ങൾക്കുണ്ടായ മുറിവുകളും അതിന് കൃത്യമായ ചികിത്സ കിട്ടാത്തതുമെല്ലാം മകന്റെ മരണത്തിനിടയാക്കിയെന്നും അമ്മയുടെ പരാതിയിലുണ്ട്. ഹോസ്റ്റലിന്റെ വാർഡൻ കൂടിയായ ഡീനിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5-ന് അടച്ച കോളേജ് ഇന്ന് തുറന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്ന ശേഷമാണ് കോളേജ് തുറക്കുന്നത്. കുട്ടികൾ കോളേജിൽ സുരക്ഷിതരായിരിക്കുമെന്ന് അധികൃതർ രക്ഷകർത്താക്കളെ അറിയിച്ചിട്ടുണ്ട്. കോളേജിൽ CCTVയും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. കോളേജ് തുറന്നു പ്രവർത്തിക്കുകയാണെങ്കിലും സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി ഇതുവരെ കോളേജിൽ എത്തിയിട്ടില്ല.